എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് പരിപാടി? ഒരുപാട് ആൾ കൂടി നിൽക്കുന്നു. എന്തോ വിശേഷമൊന്നും നമുക്ക് നോക്കളാം. എന്താണ് പരിപാടി? എന്താണ് ഇതെന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഇത്രയുമൊക്കെ ഇതിനകത്തുണ്ട്. പ്രായമുള്ളവരുണ്ട്, 50 വയസ്സിന് മുകളിലുള്ളവർ തന്നെ പട്ടം പറത്തി അല്ലെ ഈ പട്ടം പറത്തി കളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പ്രായം കുറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ ഈ വേളയിൽ ഇപ്പോൾ പട്ടം പറത്തി അങ്ങോട്ട് രസിക്കുകയാണ്. അത് നല്ലൊരു കലയാണ്. കാരണം പണ്ട് എത്ര ഒക്കെ നമ്മൾ പഴയ കാലഘട്ടങ്ങൾ എന്തൊക്കെ നീ വലിയ ബെൻസ് കാർ മേടിച്ചു കൊടുത്താലും എന്തെല്ലാം മേടിച്ചു കൊല്ലാം പട്ടം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് കുട്ടികൾക്ക് പഴയ കാലഘട്ടങ്ങളിൽ വളരെ മനോഹരമായ ചിരിയും പുഞ്ചിരിയൊക്കെ കാണുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. സിമ്പിൾ പട്ടം നമുക്ക് അതെ 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 അത് കൊള്ളാം. ആദ്യമായിട്ടാണ് നമ്മളെ ക്യാമറയുടെ മുമ്പ് ഇങ്ങനൊരു പട്ടം കാണുന്നത്. അതിനകത്ത് കമ്പ് വരുന്നില്ലേ? കമ്പില്ലേ അതിനകത്ത്? കമ്പ് ഈർക്കലൊന്നും ഇല്ല അല്ലേ? രണ്ട് വാല് ഒരു പേപ്പർ. രാവിലെ നടന്ന കൈറ്റ് വർക്ക്ഷോപ്പിൽ പഠിപ്പിച്ച അവിടെ കുട്ടികളെ പഠിപ്പിച്ച പട്ടങ്ങളാണ് ഈ സിമ്പിൾ പട്ടങ്ങളായിട്ട് ഇവിടെ പറക്കുന്നത്. സിമ്പിൾ പട്ടങ്ങൾ അങ്ങനെ നമ്മൾ ഇന്ന് രാവിലെ ശ്രീ രാജേഷ് നായർ ലൈഫ് ഫൗണ്ടേഷൻ ഇന്റർനാഷണലിന്റെ ചെയർമാൻ, അദ്ദേഹത്തിന്റെ ട്രെയിനിങ്ങില് ഏകദേശം 100 കുട്ടികൾ പരിശീലനം നേടി നിർമ്മിച്ച പട്ടമാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പട്ടമാണ്, ആർക്കും നിർമ്മിക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് വൈവിധ്യമാർന്ന പട്ടങ്ങൾ. അതിൽ ഒരു പട്ടം മുകളിലേക്ക് കയറി കഴിഞ്ഞു. കൊല്ലം കൈറ്റ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് ഈ പട്ടം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ പിന്നെ ഇത് ഉദ്ഘാടനം ചെയ്തത് എം മുകേഷ് MLA ആണ്. ഇത് കൈറ്റ് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ ശ്രീ N ദേവിദാസ് അവർകളാണ്. അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. താങ്ക് യു സാർ. എന്തായാലും വളരെയേറെ സന്തോഷമുണ്ട്. ഇപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങളൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക. കഴിഞ്ഞുപോയ കാലഘട്ടങ്ങളിലൊക്കെ ഇതൊക്കെ മറക്കുകയാണ്. ഇപ്പോൾ ആഡംബര ജീവിതം ഇതൊക്കെ വരുമ്പോഴത്തേക്ക് കുട്ടികളെ നിന്നും വിട്ടുപോകുന്നു. അതെന്തായാലും ജില്ലാ കളക്ടർ വന്ന് ഇതിൽ പങ്കെടുത്തത് പ്രിയപ്പെട്ടവരെ നമുക്ക് കൊല്ലം ബീച്ചിൽ കാണുന്ന വ്യത്യസ്തമായ കാഴ്ചയാണ്. ഇതൊക്കെ എന്ന് പറഞ്ഞത് ഒരുപാട് ചിന്തിക്കേണ്ടതാണ്. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളെ ഒന്ന് പുതുക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ചെറിയൊരു മെസ്സേജിൽ കൂടെ തന്നെ കുട്ടികളെയും പഴയ ഓർമ്മകളെയും പുതുക്കുക എന്ന് പറയുന്നത് വളരെയേറെ അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ കാഴ്ചകളിൽ കാണുന്നത്. കളക്ടർ അടക്കം കൊല്ലത്ത് നിന്നുകൊണ്ട് കൊല്ലം ബീച്ചിൽ നിന്നുകൊണ്ടുള്ള ദൃശ്യങ്ങളാണ് നിരന്ന് പട്ടം സമർപ്പിച്ചിരിക്കുന്നു. ബീച്ചിൽ വരുന്ന സന്ദർശകർക്ക് ഒരു കൗതുകമായി മാറി. അത് കാണാൻ കാഴ്ച തന്നെയാണ് എന്ന് നമുക്കിപ്പോൾ വേളയിൽ നമുക്കറിയാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ജനങ്ങൾക്ക് അതൊരു എന്താ പറയുക സന്ദേശം തന്നെയാണ്. ഇപ്പോൾ കാഴ്ചയിൽ മറക്കുന്നത് തിരികെ കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് കാണുന്നത്. കൊല്ലം ജില്ലാ കളക്ടർ N ദേവിദാസ് കളക്ടറാണ് ഇപ്പോൾ നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. തീർച്ചയായും രണ്ട് വാക്ക്. കൊല്ലം കൈറ്റ് ക്ലബിന്റെ പട്ടംപറത്തിൽ ഒരു പ്രദർശനമാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇപ്പോൾ ധാരാളം കുട്ടികളുണ്ട്, ധാരാളം വിനോദസഞ്ചാരികൾ വന്നിട്ടുണ്ട്. സാധാരണ നിലയിൽ കുട്ടികൾക്ക് പറഞ്ഞ പോലെ വൈകുന്നേരങ്ങളിൽ ഈ രീതിയിൽ അവരുടെ സായാഹ്നങ്ങൾ മനോഹരമായിട്ടുള്ള ഈ കടൽ തീരത്ത് ചെലവഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ വിനോദവും അല്പം അതോടൊപ്പം മത്സരവും ഒക്കെ ആ ഒരു മത്സരാധിഷ്ഠിത ആ ഒരു താല്പര്യമൊക്കെ ഉറക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് ഈ കൈറ്റ് ഫെസ്റ്റ് എന്ന് പറയുന്നത്. ഇത് കൊല്ലത്ത് ഈ കാലയളവിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അത് 10 ദിവസം കൈറ്റ് ക്ലബ്ബ് ഇത് ഏറ്റെടുത്തിട്ട് എല്ലാ വർഷവും 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു കൈറ്റ് ഫെസ്റ്റിവലായിട്ട് നടത്താനാണ് തീരുമാനിച്ചത്. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അപ്പം വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ്. എല്ലാവരും എന്താണ് അഭിപ്രായങ്ങളൊക്കെ പറയാം. തീർച്ചയായിട്ടും എന്തുകൊണ്ട് അമ്മച്ചി പട്ടം പൊങ്ങിയിരിക്കുന്നു? ഇങ്ങനെ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ പട്ടം വിടുമ്പോൾ ഒരു നാണക്കേട് പോകുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? പഴയ കാലഘട്ടങ്ങളെ നമ്മൾ ഉണർത്തിക്കൊണ്ടുവരിക. പട്ടം പറത്താന്നാലും ഒരു പർത്തം ഉണ്ടോ? കൊടുക്കുന്നുണ്ട്. പട്ടം പറത്താനായിട്ട് കൊടുക്കണം. എന്നാലും പഴയ കാലഘട്ടങ്ങളിൽ പട്ടം പറത്തിയാലും പട്ടം തരും. ചോദിച്ചു പട്ടം വേണമെന്ന് ചോദിച്ചു.
പട്ടം കയറ്റാനുള്ള ഒരു ശ്രമമാണ്. പട്ടം കയറ്റാനുള്ള ശ്രമത്തിൻ്റെ പുറത്തിൽ ഓടുന്നത് അപ്പോൾ കാഴ്ചകൾ തന്നെയാണ്. പട്ടം പറത്തി കയറ്റാനുള്ളൊരു കാഴ്ച തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണുന്ന പ്രിയപ്പെട്ടവരെ. പട്ടം ഉയർത്തി കയറ്റാൻ വേണ്ടി കൊണ്ട് ഓടിയതാണ്. പരിചയപ്പെടുത്താം കലോത്സവത്തിൽ എന്തൊക്കെ